വിലക്കുറവിന്റെ പര്യായം. കണാരി ഫയർവർക്സ്, കണ്ണൂർ റോഡ്, കൂത്തുപറമ്പ്. ശ്രീ മഹാലക്ഷ്മി ഫയർവർക്സ്, പഴയ നിരത്ത്, കൂത്തുപറമ്പ്. ബിജെപിക്ക് വലിയ പിന്തുണ ലഭിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നതെന്ന് തലശ്ശേരി നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി ഒ നിധീഷ്. ഇതിന്റെ പ്രതിഫലനമാണ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കണ്ടതെന്നും നിധീഷ് പറഞ്ഞു. ഗ്രാമികയുടെ പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടിയായ ജനസമക്ഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ കഴിഞ്ഞ 2014 തൊട്ട് അതുവരെ ഭാരതീയ ജനതാ പാർട്ടിയെ വർഗീയ പ്രസ്ഥാനമാണ് എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ നരേന്ദ്രമോദിയുടെ ഉദയത്തിന് ശേഷം ഭാരതത്തിൻ്റെ ഒരു മുഖച്ഛായ മാറുന്നു. ലോകത്ത് മുഴുവൻ വലിയ സ്വീകാര്യത നരേന്ദ്രമോദി കിട്ടുന്നു. ഒരു ഡെവലപ്മെൻറ്റ് കൺട്രി ആയിട്ട് ഭാരതം മാറാൻ വേണ്ടിയിട്ട് പോവുകയാണ് എല്ലാ അർത്ഥത്തിലും. അത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കാര്യത്തിലായാലും, സാമ്പത്തിക ശക്തിയുടെ കാര്യത്തിലായാലും, സൈനിക ശക്തിയുടെ കാര്യത്തിലായാലും, ഹ്യൂമൻ ഇൻഡെക്സിൻ്റെ കാര്യത്തിലായാലും പോലും ഭാരതം ഒന്നാം സ്ഥാനത്തേക്ക് വരുന്നു. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയെ കേരളത്തിലും വിജയത്തിലെത്തിക്കുക എന്നുള്ളതാണ് കേരളം തീരുമാനിച്ചിട്ടുള്ളത്. ഒരു മൂന്നാം ബദലിലേക്കാണ് കേരളം ചിന്തിക്കുന്നത്. ജനങ്ങളിത് കാണുകയാണ്. തലശ്ശേരിയിൽ രണ്ട് വികസനമാണ് ഞാൻ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കാണുന്നത്. ഒന്ന്, തലശ്ശേരിയുടെ റെയിൽവേ സ്റ്റേഷൻ, മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള എയർപോർട്ടിൻ്റെ സമാനമായിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ. പക്ഷേ ആ റെയിൽവേ സ്റ്റേഷനിൽ പുറത്തിറങ്ങാൻ 2 ട്രെയിൻ ഒരുമിച്ച് വന്നാൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങാൻ 1 മണിക്കൂർ യാത്രക്കാർ കാത്തിരിക്കണം. ഞാനിത് കണ്ടതാണ്. നിങ്ങൾ രാവിലെ പോയാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഡെവലപ്മെൻ്റ് ആണ് നടത്തിയിട്ടുള്ളത്. പക്ഷേ സംസ്ഥാന സർക്കാർ എല്ലാ കാര്യത്തിലും കാണിക്കുന്ന അലംഭാവം, അതാണ് ആ റോഡ് ഡെവലപ്മെന്റ് കാര്യത്തിലുള്ളത്. രണ്ടാമത്തെ നാഷണൽ ഹൈവേ നമുക്ക് വികസിച്ച് കാണാൻ പറ്റും. പക്ഷെ നാഷണൽ ഹൈവേയിലേക്ക് ജോയിൻ ചെയ്യുന്ന റോഡുകളുടെ അവസ്ഥ എന്താ? പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളും നടപ്പിലാക്കും. ഡെവലപ്മെന്റ് കൺട്രിയായി ഭാരതം മാറാൻ പോവുകയാണ്. വികസന കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ അലംഭാവം കാണിക്കുകയാണ്. കേരളം വർഷങ്ങളോളം ഇടതു വലതു മുന്നണികൾ ഭരിച്ചിട്ടും ഒന്നും നടന്നില്ല. ജനങ്ങൾ വിശ്വാസം അർപ്പിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെ മേയർ വന്നാൽ വികസനം ഉണ്ടാവും, ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. അതാണ് ആ വിജയം കാണിക്കുന്നത്. ആ തരത്തിലുള്ള വിജയം നമുക്ക് കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഉണ്ടാവും എന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. ഈ അവകാശവാദം ഉന്നയിക്കുന്ന പരിപാടി കേരളത്തിൽ അവസാനിപ്പിക്കണം. ജനങ്ങൾക്ക് കിട്ടാത്ത പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് 60% ഫണ്ട് കൊടുക്കുമ്പോൾ 40% സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുക്കണം. പക്ഷേ അത് കൊടുക്കാത്തതുകൊണ്ടാണ് ഇവിടുത്തെ സാധാരണക്കാരന് സൗജന്യ ചികിത്സ ലഭിക്കാത്തത്. ഒന്ന് ആലോചിച്ച് നോക്ക്. PM ശ്രീ പദ്ധതി വേണ്ടാന്ന് വെച്ചു. എന്തിനാണ്? ഇവിടുത്തെ സാധാരണക്കാരൻ്റെ വിദ്യാർത്ഥികളാണ് PM ശ്രീ പദ്ധതിയുടെ ഗുണം അനുഭവിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ സാധാരണക്കാരന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്, പ്രവർത്തിക്കുന്നത് പറയുമ്പോൾ എന്താണ് ചെയ്യുന്നത്? സാധാരണക്കാരായ ജനങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് ഒരു വിലങ്ങുതടിയായിട്ടാണ് സർക്കാർ നിൽക്കുന്നത്. അതിനെന്തിനാ പൊളിറ്റിക്സ് കാണിക്കുന്നത്? നരേന്ദ്രമോദിയുടെ പദ്ധതികളുടെ ഗുണഭോക്താവല്ലാത്ത ഒരു വീടും കാണാനാവില്ല. വികസനത്തിന് രാഷ്ട്രീയമില്ല. രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്ന തിരഞ്ഞെടുപ്പാണിത്. നാടിനെ ടൂറിസം ഡെസ്റ്റിനേഷൻ കേന്ദ്രമാക്കി മാറ്റാനാണ് ലക്ഷ്യമിടുന്നതെന്നും നിതീഷ് പറഞ്ഞു. ജനസംക്ഷത്തിന്റെ പൂർണ്ണരൂപം തിങ്കളാഴ്ച രാത്രി 9 മണിക്ക് ഗ്രാമിക TVയിൽ കാണാം. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി. അരുൺ A എന്ന പടക്കക്കടയിൽ നിന്ന് 99 രൂപയ്ക്ക് 3 പാക്കറ്റ് പൂക്കുറ്റിയും 80 രൂപയ്ക്ക് 4 പാക്കറ്റ് പടക്കവും വാങ്ങി. മനു B എന്ന പടക്കക്കടയിൽ നിന്ന് 64 രൂപയ്ക്ക് 2 പാക്കറ്റ് പൂക്കുറ്റിയും 88 രൂപയ്ക്ക് 4 പാക്കറ്റ് പടക്കവും വാങ്ങി. ഏത് കടയിൽ നിന്നാണ് ലാഭത്തിന് പടക്കം കിട്ടിയത് എന്ന് പറയാമോ? കണാരി വൈവിധ്യമാർന്ന ശിവകാശി പടക്കങ്ങളുടെ മഹനീയ ശേഖരം, വിലക്കുറവിന്റെ പര്യായം. കണാരി ഫയർവർക്സ്, കണ്ണൂർ റോഡ്, കൂത്തുപറമ്പ്. ശ്രീ മഹാലക്ഷ്മി ഫയർവർക്സ്, പഴയ നിരത്ത്, കൂത്തുപറമ്പ്.